നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ലൈറ്റ് ചെറിയ ഇഷ്യൂ ഉണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ ഏകദേശം ഇരട്ടത്ത് തന്നെയായിരുന്നു ചെയ്യുന്നത്. ടെക്നിക്കലി കുറച്ച് ഡെഫിഷ്യന്റ് ആയിരിക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, സോറി ഫോർ ദാറ്റ്. ഹോപ്പ്ഫുള്ളി ഓഡിയോ വലിയ ഇഷ്യൂ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ചെൽസി വേഴ്സസ് സെർവെറ്റ്, വെളുപ്പിനെ 12:30 എനിക്ക് രാത്രി 8 മണിക്ക്, നാളെ അതായത് വെള്ളിയാഴ്ച വെളുപ്പിനെ ഉള്ള കളി. എനിക്ക് രാത്രി 8 മണിക്ക് ചെൽസി വേഴ്സസ് സെർവെറ്റ്, സൂപ്പർ ലീഗ്, കോൺഫറൻസ് ലീഗിന്റെ പ്ലേ ഓഫ്സ്. ഇതൊക്കെ എന്താ മാച്ച് എന്ന് തന്നെ പഠിക്കേണ്ടി വരുന്നു. കോൺഫറൻസ് ലീഗിന്റെ പെർഫോമൻസ് മാച്ച്. അപ്പൊ അതിന്റെ സംഭവമൊക്കെ ആയിട്ട് നമ്മുടെ മെറസ്കയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. നൗ ഈ പ്രസ് കോൺഫറൻസ് മാത്രം വെച്ചിട്ടും അല്ലെങ്കിൽ ചില കാര്യങ്ങളും വെച്ചിട്ടും ഒരു കോച്ചിനെ പ്രശംസിച്ച് നടക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. പോച്ചറ്റിനോ ആയിരുന്നു എന്റെ അവസാനത്തെ കോച്ച്. ഇങ്ങനെ പെട്ട് നമ്മളിങ്ങനെ ഇട്ട് തള്ളുന്നതും, പിന്നെ അവസാനത്തെ പ്ലെയർ ശരിക്കും പറഞ്ഞാൽ ഞാനിട്ട് തള്ളി മരിച്ച പ്ലെയർ ആരായിരുന്നു മറന്നുപോയി. പക്ഷെ അതിനുശേഷം ഇപ്പൊ നമ്മൾ തള്ളി മരിക്കുന്നില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട. ഞാൻ മെറസ്ക പ്രസ് കോൺഫറൻസിലും സംസാരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈപ്പച്ചൻ മുതലാളിയാണ്. ശരിയാ പിതാവേ, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ എന്നും പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ മെറസ്കയുടെ ഡയലോഗ് എനിക്ക് ഏകദേശം അതുപോലെയൊക്കെ തന്നെ തോന്നുന്നു. അതിന് കട്ട് ആൻഡ് റൈറ്റ്, സ്ട്രേറ്റ് ഫോർവേഡ്, ക്ലാരിറ്റി, മാന്യായ ക്ലാരിറ്റി, പ്ലെയേഴ്സിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി. 45 പ്ലെയേഴ്സ് എന്റെ സ്ക്വാഡിൽ ഇല്ല, എന്റെ സ്ക്വാഡിൽ 25 പ്ലെയേഴ്സേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തനിയെ വേറെ എവിടെയൊക്കെ ട്രെയിൻ ചെയ്യണം, എനിക്ക് അവരെ കുറിച്ച് അറിയില്ല. സ്റ്റേർലിംഗ് എന്റെ ടീമിൽ ടെക്നിക്കൽ സ്കിൽസിൽ ക്വാളിഫൈ ചെയ്യുന്നില്ല, ബെൻ ചിൽവെൽ ടീമിലില്ല, ദിസാസിയുടെ കാര്യം അറിയില്ല കാരണം ചുക്കോമയ്ക്കൻ ടീമിലില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് പറയുന്നത് വളരെ ബ്രൂട്ടൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബ്രൂട്ടൽ അല്ല, ഇറ്റ്സ് ഓണസ്റ്റ്. ആൻഡ് എന്നെ സംബന്ധിച്ച് ഐ ലൈക്ക് ദാറ്റ് ഓണസ്റ്റി. പ്രത്യേകിച്ച് ഒരു ക്ലബിൽ നിന്ന്. ട്രീറ്റ്മെന്റ് കുറച്ച് മോശമാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സ്റ്റേർലിംഗിന് ഇപ്പൊ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. സ്റ്റേർലിംഗിന്റെ നമ്പർ എടുത്തിട്ട് ഇപ്പൊ പെട്രോണേറ്റോന് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നാണ് സ്റ്റേർലിംഗിന്റെ നമ്പർ എടുത്തിട്ട് നീ 3,50,000 രൂപ നീ സമ്പാദിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ നമ്പർ എടുത്ത് കൊടുത്തു. അത്രയ്ക്ക് അങ്ങോട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പ്ലെയേഴ്സിന്റെ അടുത്ത് പെരുമാറുകയാണ്. വി വാണ്ട് യു ടു ലീവ് ദ ക്ലബ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോ സ്റ്റേർലിംഗ് പറയാണ് വേണ്ട, ഞാൻ ലീവ് ചെയ്യില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ കറങ്ങിയടിച്ചിറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിക്ക് വേറെ നിവൃത്തിയില്ല, അവന്റെ ശമ്പളം കൊടുത്തേ ഉള്ളൂ. പക്ഷെ ബെൻ ചിൽവെലിനെ നമ്മൾ അങ്ങനെ ഒതുക്കിയൊന്നും നിർത്തിയിട്ടൊന്നുമില്ല, മാന്യമായിട്ട് നമ്മൾ കാര്യമായിട്ടൊക്കെ പറഞ്ഞ് നിർത്തിയെന്നുള്ളൂ. ചാലബയുടെ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഏറ്റവും വിഷമം തോന്നുന്നത്. കാരണം he has been a true servant to the club. അപ്പൊ ബട്ട് whatever said and done, ഇപ്പോഴത്തെ മെറസ്കയുടെ കേസിൽ വെരി വെരി ക്ലിയർ. എന്റെ ടീമിൽ ഇത്രയും പേരേ ഉള്ളൂ, ആ ഇത്രയും പേര് വളരെ ക്ലിയർ ആണ്. അതിനിടയ്ക്ക് നമ്മൾ ഇപ്സ്വിച്ച് ടൗണിന് ഇത് നമ്മളെങ്ങനെ ഒപ്പിച്ച്, ഇപ്സ്വിച്ച് ടൗണിന് ലോൺ with an obligation to buy if Ipswich Town stays in the Premier League for 30 million pounds. ഇനി ഇപ്സ്വിച്ച് ടൗൺ റെലിഗേഷനിൽ ഇരിക്കണം എന്നുള്ള ഒരു ആശയിലിരിക്കണം. 30 million pounds നമ്മൾ ഡീല് സൈൻ ചെയ്തു. പിന്നെ ആരെ നമ്മളിപ്പോ കൊടുത്തത്? ബാഷിർ ഹംഫ്രീസിനെ നമ്മൾ 12 million കൊടുത്തു. അടിപൊളി, 12 million ബാഷിർ ഹംഫ്രീസ് 12 million ലോണിൽ പോണു. പിന്നെ എന്തോ ഒബ്ലിഗേഷൻ ടു ബൈ എന്തോ 12 million. നമ്മൾ നല്ല കച്ചവടമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നല്ല അടിപൊളി കച്ചവടം ചെയ്യുന്നുണ്ട്, വേറെ വീഡിയോ ഞാൻ ചെയ്യാം. ബട്ട് ഓവറോൾ നമ്മുടെ സ്ക്വാഡ് സൈസ് ഈ മറ്റേ ആൾക്കാർ ഇങ്ങനെ എഴുതി തള്ളി ഊതി പെരിപ്പിച്ച് ഒരു പരുവത്തിലൊക്കെ ആക്കണ പോലെ മെറസ്ക എക്കത്തിന് മോത്തിട്ടിട്ട് അടി കൊടുക്കുന്ന പോലെ കൊടുത്തു തൊട്ട് പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ 25 പേരെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. അതിൽ വേഗയുണ്ട്, റെനാറ്റോ വേഗ അല്ലേ അതോ ഗബ്രിയൽ വേഗാവും? റെനാറ്റോ വേഗ, ഏതൊരു വേഗത്തിന്റെ അവസ്ഥയെ. കോൾവെൽ, ഫൊഫാന, ടോസൻ, ബാദേശൽ, ദിസാസിയുടെ ഫ്യൂച്ചർ ഇപ്പൊ അൺക്ലിയർ ആണ്. റീസ് ജെയിംസ്, ഗുസ്തോ, കാസഡേ മിക്കവാറും പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എൻസോ, കൈസൈഡോ, ലാവിയ, പിന്നെ ചറപറ പ്ലെയേഴ്സ്, അതായത് മുഡ്രിക്, പെഡ്രോ നെറ്റോ, ജുവാവോ ഫീലിക്സ്, എൻഗോങ്കു, പിന്നെ ജാക്സൺ, ഗെയു, പാൽമർ, നോണി മാഡോക്കെ കഴിഞ്ഞു. നമ്മുടെ സ്ക്വാഡ് വളരെ വ്യക്തമായിട്ട് ഇത്ര ഉള്ളൂ നമ്മുടെ പ്ലെയേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും അടുത്തും പറഞ്ഞു. ഫുട്ബോൾ പണ്ഡിറ്റൊക്കെ എന്തായിരുന്നു ഇത്രയും വലിയ സ്ക്വാഡ്? അതിനിടയ്ക്ക് എനിക്ക് ഒരുത്തനെ ശരിക്കും പറഞ്ഞ എനിക്ക് കലിപ്പ് വന്നു തുടങ്ങിയ ഇവനാണ്, നമ്മുടെ ചെൽസി ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു തന്നെ മൈക്കിൾ എസിയൻ. സംസാരിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തോ റോബൻ അബ്രാമോവിച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നൊക്കെ പോലെയാണ്. എന്താ തള്ളിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഫോർമൽ പ്ലെയർ ഒക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പാടുണ്ടോ? ഒരു വിവരമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമൊക്കെയാണ് ചെയ്യുന്നത്. എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ കുരുകൂട്ടി പോകും. എനിവേ, അത് അവരെന്താന്ന് ചോദിച്ചാൽ കാണിച്ചോട്ടെ.
പിന്നെ വേറെ മറ്റേ ജേമി കാരികറും പണ്ടിച്ചൊക്കെ വന്നിട്ട് ഇങ്ങനെട്ട് തകർക്കാണ്, തള്ളി മരിക്കാണ് ചെൽസിയുടെ കേസൊക്കെ പറഞ്ഞിട്ട്. ഇവന്മാർക്കൊന്നും ഇത് ഈ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. വെരി വെരി ക്ലിയർ ദ മാനേജർ സെഡ്. ഇത് പോട്ടറിനെ പോലുള്ള ഒരു 40 പ്ലേയേഴ്സിനെ വെച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല. എല്ലാവരെയും മാറ്റി നിർത്തി സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെരി ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് സ്ക്വാഡ്, പിന്നെ ഡെവലപ്മെന്റ് സ്ക്വാഡ്, പിന്നെ ഇപ്പൊ ലോൺ സ്ക്വാഡ്, സെൽ സ്ക്വാഡ്. അവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് വേണം, അങ്ങനെ ആവണം. ഇറ്റ്സ് ബീങ് ഓണസ്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ് ടു ദ പ്ലേയേഴ്സ് ഫേസ്. അപ്പൊ ഇതിലെന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടീമിൽ ഇരിക്കുന്ന പ്ലേയേഴ്സിന് അറിയാം, ഓക്കെ ഞാൻ ഈ ടീമിൽ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എന്റെ 100% കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. മറ്റവർക്ക് അറിയാം, ഞാൻ 100% കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഞാൻ ഇവിടെ പോകാൻ നിൽക്കുകയാണ്, എന്നാലും എനിക്ക് ഗെയിം ടൈം കിട്ടൂല. അതുകൊണ്ട് അവർക്ക് പ്ലേയേഴ്സിന് അവരുടെ ജീവിതം തീരുമാനം എടുക്കാം. പിന്നെ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അല്ലാണ്ട് നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിനെ പോലെ അവരെ ഒതുക്കി ഫയർ ചെയ്യേണ്ട കേസൊന്നുമല്ല. അവർക്ക് റെഗുലർലി ശമ്പളം കിട്ടുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് അവർക്ക് എന്തൊക്കെയാണോ ബെനിഫിറ്റ്സ്, ആ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നുമുണ്ട്. അല്ലാണ്ട് ലേ ഓഫ് പോലെയല്ല. അവരുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു. ആ ഒരു ഫാക്ടറും എനിക്ക് ഇഷ്ടമാണ്. സോ പ്ലേയേഴ്സ് ആർ ഓൾസോ പ്രൊട്ടക്റ്റഡ്. പക്ഷെ ചെൽസി ഇസ് ഓൾസോ വെരി വെരി ക്ലിയർ, മെറസ്ക ഇസ് വെരി ക്ലിയർ. എന്റെ ടീം ഇതാണ്, ഈ ടീമിനെ വെച്ചിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്, ഈ ടീമിനെ വെച്ചിട്ടായിരിക്കും ടാക്ടിക്സും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ഐ ലൈക്ക് ഇറ്റ്. അതോടെ തന്നെ സെർവേറ്റ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് പ്രൊഡിക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഒരു അന്തവും ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ പെഡ്രോനെറ്റ് വന്നു, ജോ ഫെലിക്സ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി എത്ര പേര് ഉണ്ടാവും, മാലോ ഗുസ്റ്റോന് റെസ്റ്റ് കൊടുക്കുവോ, ഫൊഫാനയ്ക്ക് റെസ്റ്റ് കൊടുക്കുവോ? ഫൊഫാന ചിലപ്പോൾ ലാബിക്ക് ചിലപ്പോൾ റെസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ലാബി റെഗുലർലി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൊഫാന ഇവരൊക്കെ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരാണ്, എൻകുങ്കു ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരാണ്. അപ്പൊ അവരുടെ ഗെയിം ടൈം മാനേജ് ചെയ്യണം. പോരാ, പക്ഷെ എന്നാലും ഇതൊരു നല്ലൊരു അവസരമാണ് നമുക്കൊന്ന് ടീമിനെ കേട്ട് ഒന്ന് കളിച്ച് പെരുപ്പിക്കാൻ. അടുത്ത മത്സരമുണ്ട് വൂൾസ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞായറാഴ്ച. അപ്പൊ അതുകൊണ്ട് അതിനൊരു പ്രിപ്പറേഷൻ ആയിട്ട് ഈ ഒരു മത്സരം കാണാം. പിന്നെ കളി ജയിക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇത് ഡ്രോ ഒക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ എനിക്ക് ഗ്രാം പോട്ടറിനെയും പോച്ചറ്റിനെ ഒക്കെ ഓർമ്മ വരുന്നു. നമ്മൾ നിലവിളിച്ച് കൊല്ലും. അപ്പോ ഹോപ്പ് ജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ദർ കുഡ് ബി എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്. ഞാൻ ഒരുപാട് ലൈനപ്പ് പ്രഡിക്ഷനിലേക്ക്, പ്രത്യേകിച്ച് ഈ കോൺഫറൻസ് ലീഗ് പ്ലേ ഓഫിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഫിലിപ്പ് യോർഗൻസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെ ബനുവ ബാദിഷിന് ഒരു ചാൻസ് കൊടുക്കുമായിരിക്കും. വേഗ ആ വേഗയ്ക്ക് നമ്മൾ ചാൻസ് കൊടുക്കണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചൊരു പ്ലേയേഴ്സൊക്കെ ഒരു അവസരം കിട്ടുകയും ഗെയിം ഒരു ടീമൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരിക്കും. പക്ഷെ ജയം പ്രാധാന്യം. അപ്പൊ എന്തായിരിക്കും ഫോർമേഷൻ? എനിക്ക് തോന്നുന്നു ഒരു 3-4-1 അറ്റാക്കിംഗ് ഫോർമേഷൻ ഇട്ട് തന്നെയായിട്ട് കളിപ്പിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. എൻസോനെ എവിടെ ഉപയോഗിക്കും? അപ്പൊ അതും കാണാനായിട്ട് ഞാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. സോ ഓവറോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഗെയിം, എല്ലാ ഗെയിമിലെയും പോലെ തന്നെ. ബട്ട് ദിസ് ടൈം കുറച്ചും കൂടെ അറ്റാക്കിംഗ് ഫ്ലെയറിൽ നമ്മൾ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഈസി ആയിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല, ഒരു ഗെയിം ഈസി അല്ല. പക്ഷേ ഇറ്റ്സ് എ വിൻ ഗെയിം, ഇറ്റ്സ് ഷുഡ് ബി വിന്നിംഗ് ഗെയിം. ഫസ്റ്റ് ലെഗ് ആണെങ്കിൽ തന്നെയും ഇതിൽ തന്നെ നമ്മളൊരു 3 ഗോൾ അടിച്ച് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അപ്പൊ ഹോപ്പ്ഫുള്ളി അത് നടക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഓവറോൾ ഐ തിങ്ക് വെരി വെരി ക്ലിയർ ഫ്രം ചെൽസി. നിങ്ങൾ 45-50 എന്നൊക്കെ പറഞ്ഞ് തള്ളിയിരുന്നു. എൻസോ മറസ്കയുടെ 25 മെമ്പേഴ്സേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ സെയിലും മറ്റതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. Signing off SK from Chelsea Carlin.